സ്വപ്നമായിരുന്നു കണ്ടാണ്. പക്ഷേ ശരിക്കും കണ്ടുവല്ലോ. ആ പീരി തിരുമുടിക്കെട്ടും നീതാന്തരവും ഓടക്കുഴലുമൊക്കെയായി രാധയും ഉണ്ടായിരുന്നല്ലോ കൂടെ. എന്നെ വീണ്ടും പറ്റിച്ചു ഇല്ലേ? പക്ഷേ ഒരിക്കൽ നിനക്കെൻ്റെ അടുക്കൽ വരാതിരിക്കാനാകില്ല കണ്ണ, ആകില്ല. വന്നിരിക്കുന്നു ഊരുതണ്ടി. കണ്ണുപൊട്ടനാണെങ്കിലും വീട്ടിലടങ്ങിയിരിക്കില്ല. നാണക്കേട്. പണ്ഡിറ്റ് രാംദാസിന്റെ മോൻ കുരുടൻ. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പരിഹസിക്കാണ്. ഞാനും ഏട്ടന്മാരെ പോലെ തന്നെയല്ലേ? എനിക്കും പഠിക്കണം. കൃഷ്ണന്റെ കഥകൾ കേൾക്കണം. പഠിക്കണം പോലും പഠിക്കണം. ഒരു മൂലക്കെങ്ങാണ് കിടന്നോണം. ബാക്കിയുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കാതെ. അമ്മേ, അമ്മ ഒന്ന് പറയുമോ? ആരും എന്നെ കൂടെ കേൾക്കുന്നില്ല. കുരുടൻ കുരുടൻ എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നു. ചേട്ടന്മാർ അടുത്ത് വരുമ്പോൾ ഉടുപ്പിന്റെ മണമാണ്. ഞാനാണ് മുഷിഞ്ഞു കീറി പറഞ്ഞ. ഒരു ആൺകുഞ്ഞിനെ കൂടി കിട്ടിയ സന്തോഷമായിരുന്നു നീ ജനിച്ചപ്പോൾ. പക്ഷേ ഇപ്പോൾ നാണക്കേടാണ്. കുരുടന് ജന്മം കൊടുത്ത അമ്മ എന്നെല്ലാവരും എന്നെയും. എവിടെയെങ്കിലും പോയിക്കൂടെ നിനക്ക്? ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ ജന്മം നിന്റെ നാമങ്ങൾ വർണ്ണിക്കണം. അത് ഒറ്റം പാടണം. ഒരിക്കൽ കണ്ണു തുറന്ന് കണ്ണ ആ കീഴിക്കുമായി നിൽക്കുന്ന നിന്റെ രൂപം ഒന്ന് കാണാം. ഗൃഹത്തിനിറങ്ങിയ സൂർദാസ് ഒരു ഭജനാസംഘത്തെ കണ്ടുമുട്ടി. കൃഷ്ണസ്തുതികൾ പാടിപ്പോകും. ആ ഭജനാസംഘത്തിന്റെ പിന്നാലെ സൂർദാസ് പോകും. ആരാണ് നീ ഈ രാത്രി ഘോര മനാന്തരത്തിൽ? രാത്രിയോ പകലോ നിഴലോ നിലാവോ ഒന്നും എനിക്കറിയില്ലല്ലോ. ഞാനൊരു ബാലൻ, അന്ധനാണ്. എന്നാൽ എനിക്ക് കൃഷ്ണസ്തുതി നന്നായി പാടാൻ കഴിയും. വൃന്ദാവനത്തിലേക്കൊന്ന് പോകണം. രാധാകൃഷ്ണന്റെ മകരം കാണണം. ജ്യോതികളോടൊത്ത് നൃത്തം ചവിട്ടുന്നത് കാർമുകിൽ വർണ്ണനെ കണ്ടു പറയണം. കണ്ടിട്ട് നീ ഏറെ ക്ഷീണിതനാണല്ലോ. നമുക്ക് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാം. എല്ലാം പുലരുമ്പോൾ തീരുമാനിക്കാം.
പ്രശ്നങ്ങളിൽ വീണിട്ടുണ്ട്. പക്ഷെ അതിൽ വീണവരാരും ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല. നമുക്ക് പറഞ്ഞു നിൽക്കാൻ സമയവുമില്ല. കാണാതായി ജമീന്ദാരുടെ മകളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവനം ഓർക്കണം. കൃഷ്ണ രക്ഷിക്കണേ, ആരുമില്ല അവിടെ. കൃഷ്ണ ആരാണെന്ന് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ എല്ലാം കാണുന്നു. കയറി വരൂ. ഈ കിണറ്റിൽ നിന്നായിരുന്നു നിരവധി. എങ്ങനെ രക്ഷപ്പെട്ടു? കണ്ണിന് കാഴ്ചയില്ലെന്ന് തോന്നുന്നു. അകക്കണ്ണിൽ സൂര്യശോഭയിൽ എന്റെ കൃഷ്ണനുള്ളപ്പോൾ അന്ധതയോ? അവരൊരു ദിവ്യജ്ഞാനാണെന്ന് തോന്നുന്നു. സഹായിക്കണം. എന്റെ ഒരേ ഒരു മകൾ അവളെ കാണാനില്ല. 2 ദിവസമായി ഞങ്ങൾ തിരയാത്ത സ്ഥലങ്ങളിൽ. അങ്ങക്ക് എന്ത് വേണമെങ്കിലും തരാം. ഭൂമി, പശുക്കൾ, പൊന്നും പണവും എല്ലാം. എന്റെ മോളെ പരിത്യാഗിക്ക് എന്തിന് സമ്പത്ത്? നിങ്ങളുടെ അമിതമായ ധനമാണ് സ്വതയുടെ അപകടത്തിന് കാരണം. ഈ വനാന്തരത്തിനപ്പുറത്തെ മഴയിലുള്ള ഗുഹാക്ഷേത്രത്തിലുണ്ടവർ. വേഗം ചെല്ലും, നിങ്ങൾക്ക് അവളെ രക്ഷിക്കാം. ഇന്ദ്രിയങ്ങളെ സമർപ്പണഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അറിവ് എന്നുള്ളത് വിനിയോഗമുണ്ടായിരുന്നു. പകർന്നു കൊടുക്കുമ്പോൾ പങ്കുവയ്ക്കുമ്പോൾ കൂടുതൽ ചൈതന്യമാണ്. ഗുരു, ഇന്ദ്രിയങ്ങളാണോ എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനം? ഇപ്പോൾ അന്ധനും ബധിരനും മുങ്കനും കർമ്മനിഷേധമുണ്ടോ? സൂർദാസ്, ഈശ്വര, അചഞ്ചലമായ ഭക്തിയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ പ്രജ്ഞ ആവശ്യമില്ലെന്ന് ലോകത്തെ കാട്ടിയ ഇവിടെ ആചാര്യന്റെ ശിഷ്യനാകാൻ വന്നതാണ്. ആത്മജ്ഞാനം പകർന്നു നൽകി അനുഗ്രഹിക്കണം. അകക്കണ്ണുകൊണ്ട് ഭഗവാനെ ദർശിച്ചു ലക്ഷണവധി വാക്കുകൾ കൊണ്ട് ഭഗവാനെ വർണ്ണിച്ചു പാടുന്ന അങ്ങയുടെ ഗുരുവാണ് ഈ ഞാൻ. സൂര്യചൈതന്യമേൽക്കുന്ന ചന്ദ്രന്റെ ശോഭ പോലെയാകുന്നത് അനുഗ്രഹിച്ചാലും. ശ്രീകൃഷ്ണ ശരണം എന്ന മന്ത്രം ഉപാസിച്ച് ഗോവർദ്ധന വീരന്റെ ശ്രീനാഥ ശരണത്തിൽ കൃഷ്ണനെ ഭരിച്ച് ലോകത്തിന് ആനന്ദം പകരുവാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ അറിവുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. എനിക്ക് വേണ്ടി ഒരു ഗാനമാകും. അച്യുതം കേശവം കൃഷ്ണദാമോദരം രാമനാരായണം ജാനകീ വല്ലഭം. ഹൃദയം നിറഞ്ഞു ഓരോ വരികളിലും ഭക്തി, സ്വരങ്ങളിൽ നിറഞ്ഞ സംഗീത സൗന്ദര്യം ഞാൻ ശരിക്കും ആസ്വദിച്ചു. എന്ത് സമ്മാനമാണെങ്കിൽ മഹാരാജൻ ഇന്ന് ഞാൻ പാടിയ പാട്ടുകളിലെ വരികളും രാഗങ്ങളും എന്റേതായിരുന്നില്ല. ഒരു മഹാനുഭാവന്റെ സംഗീതം കടമെടുത്തതാണ്. ഇന്ന് കാർമേഘങ്ങളില്ലാത്ത വാനങ്ങളിൽ പോലും നിന്റെ പാട്ടുകൊണ്ട് മഴത്തുള്ളികൾ വർഷിക്കുന്നു. ആ കാഴ്ച ഗുരുതുല്യനാണെന്നാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അഭിമാനവും. രാജധാനിക്ക് ഗർഭയ്ക്ക് കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് ഒരുമിച്ച് ചെന്ന് സ്വീകരിക്കാം.
അക്ബർ ചക്രവർത്തിയാണ്. അങ്ങയുടെ കീർത്തിക്കേട്ടം നൂറാണ്. എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി അങ്ങേക്ക് ഇനി എന്റെ സ്ഥാനത്തിൽ കഴിയാം. അന്ധനായ അങ്ങയെ വ്യതിചരിക്കുവാൻ ഇനി പ്രധാനവാസികൾ മുഴുവൻ വീണു. എനിക്ക് അങ്ങയുടെ പത്ത് മതിയായവർ വേണം. പ്രഭു, അങ്ങയുടെ ഔദാര്യത്തിനും സ്നേഹത്തിനും നന്ദി. ഭഗവാനെ സ്തുതിച്ചു മോക്ഷം നേടാൻ വീട് വിട്ടിറങ്ങിയ സന്യാസിക്ക് എന്ത് സുഖജീവിതം. ആ ഗോപാലകൃഷ്ണന്റെ നാമങ്ങൾ അടിപ്പാടി മരിക്കുന്നതിൽ വരെ എന്ത് സൗഭാഗ്യം. ഇങ്ങനെ നിർബന്ധിക്കരുത്. ജന്മദൗത്യം പൂർണ്ണമായെന്ന് തോന്നുന്നു. എല്ലാ ആഗ്രഹങ്ങളും ശ്രദ്ധിച്ചു. നിന്റെ നാമങ്ങൾ വർണ്ണിച്ചും നിന്നെ പ്രാർത്ഥിച്ചും കൊണ്ടുള്ള ജന്മം. പക്ഷേ ഒരാഗ്രഹം ബാക്കിയാണ് രണ്ടാണ്. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഈ കണ്ണു തുറന്ന് നിന്റെ രൂപമൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ ജീവിതത്തിന്റെ ആനന്ദമായ ആ രാധാകൃഷ്ണ സ്വരൂപത്തെ നേരിൽ കാണാനുള്ള ആഗ്രഹം. സാധിക്കാതെ മടങ്ങാം. കണ്ണ, എനിക്കറിയാം എന്റെ അടുത്ത് തന്നെയുണ്ട്. എന്നെ കളിക്കുകയാണല്ലേ. നിന്നെ കാണാതെ ഈ ലോകത്തിൽ നിന്നും നിനക്ക് പോകാൻ സാധിക്കുമോ? കണ്ണു തുറക്കൂ. സഫലമായി, ജന്മം സഫലമായി. എന്റെ തപസ്സായിരുന്ന കൃഷ്ണ, ഇത് നല്ല നേത്രങ്ങൾ കൊണ്ട് ആ രൂപം ദർശിച്ച് സാഹിത്യമറിയണമെന്ന് ഭഗവാനെ. അചഞ്ചലമായ ഭക്തി ജന്മസാഫല്യം നേടിയിരിക്കുന്ന മഹാത്മാവ് എന്റെ നാമം സ്മരിക്കപ്പെടുന്ന നാൾ വരെയും അങ്ങും ഭക്തകോടികളിൽ നിറഞ്ഞു നിന്നു. ചോദിച്ചോളൂ, ഇനി എന്താണ് അങ്ങേക്ക് വേണ്ടത്? അണ്ണാ, ഈ രാധാകൃഷ്ണ രൂപം കാണാനായിരുന്നു ഞാൻ കാഴ്ചക്കായി പ്രാർത്ഥിച്ചത്. അങ്ങേ അല്ലാതെ വേറൊരു രൂപവും ഞാൻ കാണരുത്. എനിക്ക് കാഴ്ചയില്ലാത്ത ആ പഴയ ദാസനായി അങ്ങയോടൊപ്പം ചേരണം. അനുഗ്രഹിക്കണം പ്രഭു, അനുഗ്രഹിക്കണം.
ഭഗവാൻ കൃഷ്ണന്റെ ദർശനം ലഭിച്ച സൂർദാസ് തന്റെ ശിഷ്ടകാലം ഭഗവത് കഥകൾ പാടുകയും ഭഗവത് ഭക്തിയിൽ ആറാടുകയും ഭഗവാനെ അലിഞ്ഞു ചേർന്നു. Oh my, what a lovely performance was that. Congratulations to each and every participant. Can we have another round of applause, please? Thank you. നല്ല മനോഹരമായ പ്രോഗ്രാം ആയിരുന്നു അല്ലേ? മനസ്സിലാക്കുന്നത് നമ്മൾ ഏതൊരു കഷ്ടകാലം വന്നാലും എന്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏത് ഭാഗമായാലും നമ്മൾ മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മുന്നിൽ വഴി തെളിയാതിരിക്കത്തില്ല. അതാണ് നമ്മൾ സ്കിപ്പിക്കാൻ കഴിയും. നമ്മൾ ഇനി അടുത്തതായി ഈ കുട്ടികൾക്ക് മൊമെന്റ് കൊടുക്കുന്നതാണ്. മൊമെന്റോ നൽകുന്നതിനായി I would like to invite Smita ji and Preeti ji. Now the participants, I'll call upon your names. Aditi Anup, Gauri Nandana, Gada, Surjit, Surjeet,